തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിസ്റ്ററെ സ്വാഗതം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. എളമക്കര തെരേസ സ്പിനലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാമാണ്. മാമിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സിസ്റ്റർ, ചില സമയങ്ങളിൽ ചിലർ അവരല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ, അവർ സ്വയം ഉപദ്രവിക്കുന്ന രീതിയിൽ, അവർക്ക് മറ്റുള്ളവർ ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെ അവർ പെരുമാറുന്നു. ഇതൊരു മാനസിക പ്രശ്നമാണോ? ഇതിനെന്താണ് കാരണം? ഓക്കെ, അതായത് ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ അവരുടെ ഒരു ജീവിത അവസ്ഥയിൽ നിന്ന് മാറുന്നു, അവരല്ലാതായി തീരുന്നു. ചിലപ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങൾ, അവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ ഒരു വ്യത്യാസം പെട്ടെന്ന് തന്നെ വരുന്നു. അതിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്കാകുന്നു. അതായിരിക്കും അല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഇതിനെ ഒരു സൈക്കോളജിക്കലി നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ കൺവേർഷൻ ഡിസോർഡർ എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു വ്യക്തിയുടെ പൂർണ്ണമായ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള ഒരു ഇൻറ്റഗ്രിറ്റി, അതായത് ഇപ്പം നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യത്തെ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അതായത് ഒരുമിപ്പിക്കുന്നില്ല, ഇതിന് വിഘടിതമായിട്ട് പോകുന്നു, രണ്ടും രണ്ടായി പോകുന്ന പോലെ. അതെ തന്നെ. അപ്പൊ ഈ വിഘടിതം എന്ന് പറയുന്നത് അവരുടെ ഓർമ്മ, അവരിപ്പോ ആയിരിക്കുന്ന വ്യക്തിത്വം, അവര് പറയേണ്ട ഒരു കാര്യം, അവരാരോട് ഇടപെടുന്നു, അപ്പൊ ആ ഒരു ഇന്റഗ്രിറ്റി മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ഡിസോസിയേറ്റീവ് അല്ലെ കൺവേർഷൻ ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് സ്ത്രീകളിലാണ്. കൂടുതലായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല ഒരു സമയത്ത്. ഇതൊരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്തെങ്കിലും മാനസിക സമ്മർദ്ദം മൂലമാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ ഇതിന്റെ ഒരു കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം തന്നെയാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ളൊരു കാരണം. കാരണം നമ്മൾ പറയത്തില്ല, ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന, ഇപ്പൊ പ്രകൃതിയിൽ പോലും നമ്മൾ കാണുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, പല വിസ്ഫോടനങ്ങളും സംഭവിക്കുന്നു. ഇതുപോലെ തന്നെ മനുഷ്യരായ നമ്മുടെ ഉള്ളില് നമുക്ക് എടുക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഒരു ഇമോഷണൽ സ്ട്രെസ്, മാനസിക സമ്മർദ്ദങ്ങൾ കയറി വരിക. ഈ മാനസിക സമ്മർദ്ദങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ പരിതസ്ഥിതികൾ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതായി തീരുക. അപ്പോൾ ഒരു അമിതമായിട്ടുള്ള പേടിയും സമ്മർദ്ദവും വരികയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന കോൺഷ്യസ് മൈൻഡിന്റെ, നമ്മുടെ ആ ഒരു ബോധ മനസ്സിന്റെ പ്രത്യാഘാതവുമാണ് ഈ ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡറിലേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് നിൽക്കുന്നത്. ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് കാണാതെ അതിനെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് ബാധ കയറുന്നതാണ്, അല്ലെങ്കിൽ വേറെ പലതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. അതിൽ നിന്നും എങ്ങനെ മാറ്റാം? ശരിയാണ്, അത് ടീച്ചർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഒത്തിരിയേറെ മിസ്കൺസെപ്ഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ ഞങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. കാരണം പലപ്പോഴും ഡിസോസിയേറ്റീവ് ഡിസോർഡറുകൾ പല തരത്തിലുള്ള മറ്റു ചികിത്സാവിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല വിദ്യകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് നമ്മുടെ അടുക്കൽ കിട്ടുന്നത്. കാരണം അവരവിടെ കൊണ്ടുപോയിരുന്നു, അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, അപ്പോൾ അതിന് സമയദോഷം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ട്. നമ്മൾ പറയുന്നത് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് വരുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഡൈമെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരല്ല ഇതിന് കാരണക്കാര്, മറ്റെന്തോ പൊസഷനാണ് കാരണമെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലല്ലോ. അപ്പൊ പിന്നെയും ഇതുപോലുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസസ്, സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക, പ്രത്യേകിച്ച് പ്രേക്ഷകര് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ
ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയിൽ അവർക്ക് ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനെങ്കിലും നമുക്ക് എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു സിവിയർ സ്റ്റേജിലുള്ളതും മൈൽഡും മോഡറേറ്റും ഒക്കെ കാണുമല്ലോ. ഇപ്പം നമ്മളുടെ കുടുംബത്തിലാണെങ്കിലും ഇപ്പം ചിലർ അനുഭവിക്കുന്ന സ്ട്രെസ് ഒന്നും ചിലപ്പം ഒരുപക്ഷെ അതിന്റെ റീസൺ വേറെ പല കാര്യങ്ങൾ. ഇപ്പം ആൾക്കാർ വിളിക്കുമ്പം ഇപ്പം വൈഫിന് വേണ്ടി ഒരു തെറാപ്പി വേണം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വേണം എന്ന് ഹസ്ബൻഡാണ് വിളിക്കുന്നത്. പക്ഷേ ആക്ച്വൽ റീസൺ ഈ ഹസ്ബൻഡ് തന്നെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഹസ്ബൻഡ് തന്നെ ഒരു തെറാപ്പിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇയാളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ചുറ്റും നിൽക്കുന്നവര് അവരെ ഉൾപ്പെടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം കൃത്യമായിട്ട് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ഇവരുടെ സമ്മർദ്ദം കുറയുകയും ഇവർ ഇത്തരം ചില ആ ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില അവസ്ഥകളിലൂടെ കടന്നു പോവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കൊന്ന് കുടുംബത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരിലുള്ള ഒരു ശ്രദ്ധ, അല്ലെ അവരെ കേൾക്കുന്നതായിരിക്കാം, അവരെ കാണുന്നതായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന് കൺസേൺ ചെയ്യുന്നതൊക്കെ ഇതിൽ ഒത്തിരി നല്ലൊരു. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോഴും മനുഷ്യരെ കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഹാൻഡിൽ വിത്ത് കെയർ. അതായത് ഒരു മനുഷ്യനോട് നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് മുറിപ്പാടുകൾ ഉണ്ടാക്കി കൊടുക്കാനോ അവർക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കാനോ എളുപ്പമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ നമുക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്താം. പക്ഷെ ഈ മുറിപ്പാടുകൾ അവർക്ക് കൊടുക്കുന്ന ആ ആഘാതം എത്രമാത്രമാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിക്കൽ വെൽനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അറ്റ്ലീസ്റ്റ് കൂടെ ജീവിക്കുന്നവർക്കെങ്കിലും ഒരു താങ്ങായി ജീവിക്കുക, തണലായി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സമ്മർദ്ദങ്ങൾ കൊടുക്കുമ്പോൾ ചിലര് വൾണറബിൾ ആയിരിക്കാം. ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാനും പരിപാലിക്കാനും ശ്രമിക്കണം. എനിക്കുണ്ടാവുന്ന സ്ട്രെസ് അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഞാൻ എന്നെ അല്ലാതാക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കാനല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് കെയർ കൊടുക്കാൻ. ശരിക്കും പറയാം നമ്മൾ ആരും, പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഒരു കാരണവശാലും ചിലപ്പോൾ അതങ്ങ് വിസ്മരിക്കും. കാരണം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എന്തോ ഒരു ആൾക്കാർ പോലെയാണ്. പക്ഷെ എൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ എനിക്കുള്ള റിലാക്സേഷൻ ടൈം, എൻ്റെ പ്രെയർ ടൈം, അല്ലെങ്കിൽ എനിക്ക് എക്സസൈസിനുള്ള, ഇപ്പം എക്സസൈസ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പോയിട്ട് ചിലപ്പം എല്ലാവർക്കും മറിക്കാനൊന്നും പറ്റത്തില്ല, ജിമ്മിൽ പോകാനൊന്നും പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ അതിന് വേണ്ടി എനിക്ക് റിലാക്സേഷൻ തരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കൊക്കെ പോവുകയും എൻ്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ, എൻ്റെ തോട്ട്സ് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ശരിക്കും ഒരു ശ്രമകരമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും, അതിപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഈ ഒരു കാര്യം വളരെ നമ്മളെപ്പോഴും ഓർക്കണം. നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അല്ല എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? മാറി മാറിയാം നമ്മുടെ ജീവിത അവസ്ഥകൾ മാറി മാറിയാം. എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ചിലപ്പോൾ ജീവിത അവസ്ഥകൾ വന്നിട്ടില്ല എന്ന് വരാം. ചിലപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലായിരിക്കാം. ഇതൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു നിയന്ത്രണം വെച്ച് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇതുപോലുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡറുകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു വ്യഗ്രതയാണ്. നമ്മൾ പറയും ഇതിനകത്ത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്, ഡയമെൻഷനാണ് നിൽക്കുന്നത്. 2 തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഒരാളുടെ മനസ്സിൽ ആ ഒരു സമയത്ത് നിൽക്കുന്നത്. ഒന്ന്, നമുക്ക് പ്രതികരിക്കാനോ പരിഹരിക്കാനോ സാധിക്കാത്ത വലിയൊരു സമ്മർദ്ദം മുമ്പിൽ നിൽക്കുന്നു, അതിനെ എനിക്ക് മറികടക്കണം, അതിനെ എനിക്കൊന്ന് ജമ്പ് ചെയ്യണം. ഓക്കെ, അതുമാകാം. അല്ലെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനൊരു വ്യക്തി ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് പോലും ആരും ഓർക്കുന്നില്ല. ആ ഒരു സമയത്തും നമ്മുടെ ബോധ മനസ്സ് ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഞാനിവിടെ ഉണ്ടെന്ന് മറ്റുള്ളവരോടൊന്ന് പറയണ്ടേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമുക്കിതിനെ പറയാം. കാരണം സ്ട്രെസ്സിനെ ഒന്ന് ഓവർകം ചെയ്യണം, മറ്റുള്ളവരെന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ ഈ ഇഗ്നോർ എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പം ഞാൻ വാട്ടർ സൈക്കോളജിയിൽ ഒരു എക്സ്പെരിമെന്റിനെ പറ്റി ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ റൈസ് കോൺഷ്യസ്നെസ് എക്സ്പെരിമെന്റ് എന്ന് പറയട്ടെ. ഇപ്പം റൈസ് സൂക്ഷിച്ച് ഓരോ പാത്രത്തിൽ വെച്ചിട്ട് ലവ്, പിന്നെ ഹെയ്റ്റ്, ഇഗ്നോർ എന്ന് പറഞ്ഞ ലേബൽ ചെയ്തിട്ട് എല്ലാ ദിവസവും ഈ ലവിനോട് ഐ ലവ് യു അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല വാക്കുകൾ പറയുന്നു. ഈ ഹെയ്റ്റിനോട് ഭയങ്കരമായിട്ടും വെറുപ്പുള്ള സാധനങ്ങൾ പറയുന്നു. അതേസമയം ഇഗ്നോറിനെ ഒന്നും പറയാതെ വിടുന്നു. ആൻഡ് ദ മോസ്റ്റ് അതിനകത്തെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഗ്നോറാണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വഷളായത്, ഏറ്റവും ചീത്തയായത്. സോ നമ്മൾ ഒട്ടും അഡ്രസ്സ് ചെയ്യാത്തൊരു കുട്ടി അല്ലെങ്കിൽ ഏറ്റവും അഡ്രസ്സ് ചെയ്യാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് മോശമായി പോകും. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച്
ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. ഇപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാനൊരു കേസിലേക്ക് ഞാൻ കണ്ടൊരു കേസിൽ ഞാനിപ്പോൾ ഓർക്കുന്നൊരു കേസ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഏകദേശം ഒരു 45 വയസ്സോളം പ്രായമുള്ള ഒരു വീട്ടമ്മയാണ്, ഒരു സ്ത്രീയാണ്. എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം, അതായത് നമ്മുടെ അടുക്കൽ വരുമ്പോഴത്തേക്കും പറയുന്നൊരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ദിവസത്തിന് മുൻപ് അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു അല്പസമയത്തേക്ക് പുള്ളി പോസായി. അപ്പോൾ അത്രയും സമയം എന്തോ പാത്രമൊക്കെ എടുക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് വീട്ടിലുള്ളവർ. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഒന്നും അനങ്ങുന്നില്ല. പിന്നെ ഒരു അലർച്ചയാണ് കേൾക്കുന്നത്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തെറിയുന്നു. എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നിട്ട്, നിങ്ങൾ ആരും എൻ്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ ജീവിക്കേണ്ട. അപ്പോൾ ഒരു ഭയാനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പുള്ളി അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നു, കരയുന്നു. മക്കളൊപ്പം ഓടി, 2 മക്കളാണുള്ളത്. ഓടിച്ച് അമ്മയെന്ന് പറഞ്ഞത് കെട്ടിപ്പിടിക്കും. ഞാൻ അമ്മയല്ല, ഞാൻ ആരുടെ അമ്മയല്ല, ഞാൻ ഇവിടെ ഇതാരാ എന്നെ ഇവിടെ കൊണ്ടുപോയിട്ടത്, ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കും. ആ ഒരു രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അവര് ഇത്രയും സമയം കണ്ടിരുന്ന ഒരു അമ്മയെ പെട്ടെന്ന് പൊടുന്നനെ വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരും കുട്ടികളും പേടിച്ചു പോയി. ഹസ്ബൻഡ് വീട്ടിലുള്ള സമയമാണ്. ഹസ്ബൻഡ് ഓടി വന്ന്, ഇടി മിണ്ടാതിരിക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ? അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരത്തി എല്ലാം ഡിനേ ചെയ്യുവാണ്. നിങ്ങൾ എൻ്റെ ഹസ്ബൻഡല്ല, ഇതെൻ്റെ പിള്ളേരല്ല, ഇവിടെ ആരാ എന്നെ കൊണ്ട് വിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഒച്ചയും ബഹളമൊക്കെ എടുത്തപ്പോൾ അയൽവക്കത്തുനിന്നും ആൾക്കാർ ഓടി വന്നു. അപ്പോൾ അവര് ശരിക്കും നമ്മൾ പറയുന്ന ഒരു സീനായി കഴിഞ്ഞു. അതിനുശേഷം ആരൊക്കെയോ ഇവര് ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഓടി പോകാനായിട്ട് ശ്രമിക്കുന്നു. അതൊക്കെയൊക്കെ പിടിച്ച് ഒരു തരത്തിൽ ശാന്തമാക്കി കിടത്തി ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പിന്നെയും എന്തോ സംഭവിച്ചെന്നറിയാം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ടിങ്ങനെ ഏങ്ങലിടിച്ച് കരയുവാണ്. പെട്ടെന്ന് തന്നെ അവർ ഒരു ഡോക്ടറിൻ്റെ അടുത്ത്, അവരുടെ അടുത്ത് തന്നെയുള്ള വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഫിസിഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, ഇത് പെട്ടെന്നുണ്ടായേക്കുന്ന എന്തോ ഡിസോസിയേഷൻ ആണ്, നമുക്കങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ നല്ലതല്ല, അതുകൊണ്ട് നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. അങ്ങനെ പറഞ്ഞതിൻ്റെ ബേസിസിനാണ് നമ്മുടെ അടുക്കൽ കേസ് വരുന്നത്. അപ്പം കേസ് വന്ന പുള്ളിക്കാരത്തി എൻ്റെ മുൻപിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഉടനെ കരയുവാണ്. എൻ്റെ സിസ്റ്റർ, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ മക്കൾ ഓർക്കുന്നുണ്ടാകും, എനിക്കെന്തോ ഭ്രാന്താണെന്ന് ഓർക്കുന്നുണ്ടാകും. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തന്നെ എന്നെ ഇഷ്ടമല്ല, ഇനിയിപ്പോൾ ഉപേക്ഷിക്കാൻ വേറെ കാര്യമൊന്നും വേണ്ടല്ലോ, മാനസിക രോഗമാണെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിക്കും, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തി കരയുന്നത്. എന്താ എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല സിസ്റ്ററെ, എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞതെന്നാണോ ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇരുന്ന് കരയുവാണ്. ഒരാൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ടല്ലോ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കേസ് നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു റീസൺ, ഇതിൻ്റെ ഒരു നമ്മൾ പറയുന്ന പ്രിസിപ്പിറ്റേറ്റിംഗ് റീസൺ എന്ന് പറയുന്നത്, അതായത് ഇത് ഉണ്ടാകാനായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, മകളുടെ 10th എക്സാം റിസൾട്ട് വരാനായിട്ട് നിൽക്കുന്ന ഒരു സമയം, അതിന് പ്രീവിയസ് ഡേ ആണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം, ഈ മോൻ നന്നായിട്ട് പഠിക്കുന്നതായിരുന്നു, +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോള് പഠനത്തിൽ ഈ എക്സാമിൻ്റെ, അതായത് പബ്ലിക് എക്സാമിൻ്റെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ഉഴപ്പാനായിട്ട് തുടങ്ങി. ഉഴപ്പാനുള്ള കാരണം, ഇവരുടെ ആങ്ങള പുറത്തുനിന്ന് വിദേശ രാജ്യത്തു നിന്ന് വന്നപ്പോഴത്തേക്കും കൊടുത്തൊരു മൊബൈൽ കൊടുത്തു മോൾക്ക്. അപ്പോൾ അത് കൊടുത്തു, മോൾ കൂടുതലായിട്ട് ആ മൊബൈൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിലൂടെ ഒരു അഫെയർ ഒക്കെ പുള്ളി സ്ഥാപിച്ചെടുത്തു. ഇതെല്ലാം ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ കൊച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, നിന്റെ വീട്ടുകാര്, നിന്റെ ആങ്ങള ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. എൻ്റെ കൊച്ച് നല്ല രീതിയിൽ പാസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കൊച്ചിൻ്റെ ഭാവി കളയാൻ വേണ്ടിയിട്ട് നിന്റെ ആങ്ങള ചെയ്തൊരു കാര്യമാണ്. റിസൾട്ടിങ് വരട്ടെ, കാണിച്ചു തരാം, അമ്മയും മോളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബ്ലെയിമിംഗ് ഗെയിം ശരിക്കും പറഞ്ഞ ഫാമിലിയിൽ ഭയങ്കര, അതായത് ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഈ സോ കോൾഡ് വാല്യൂ സിസ്റ്റം എല്ലാം സെറ്റാക്കി വെക്കേണ്ടത് സ്ത്രീകളാണ് എന്നൊരു സംഭവം. അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് തിരിച്ചും ബാക്കിയുള്ള എല്ലാ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും സെക്യൂരിറ്റിയും എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് പുരുഷനാണെന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള. അപ്പോൾ ഈ ഭാരം ഭയങ്കരമായിട്ട് കൊടുത്തിട്ട്, ഇപ്പം നല്ലതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നീ അപ്പൻ്റെ മോളല്ലേ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടായാൽ ഇതിൻ്റെ എല്ലാം
അപ്പൊ ഇത് ശരിക്കും നമ്മൾ നമ്മുടെ ഫാമിലികളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഒരു ഓവർ ബേർഡൻ അത് ഹസ്ബൻഡിനും കിട്ടുന്നുണ്ട്, വൈഫിനും കിട്ടുന്നുണ്ട്, മാതാപിതാക്കൾക്കാണെങ്കിൽ അപ്പനും കിട്ടുന്നുണ്ട്, അമ്മയ്ക്കും കിട്ടുന്നുണ്ട്, അല്ലെ മക്കൾക്കും കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഒരു ഓവർ ബേർഡൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിലും ഇതുപോലൊരു കാര്യം കിടക്കുന്നുണ്ട്. അതായത് ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് ഈ സ്ത്രീ ആഗ്രഹിച്ചൊരു വിവാഹമല്ലായിരുന്നു. അപ്പൊ പറ്റിച്ച് കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ളൊരു രീതിയിൽ വന്നു. അപ്പം ഈ വിവാഹത്തിന് ശേഷം ഒരു ആഴ്ചക്ക് ശേഷവും ഇതുപോലെ ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. അത് ആ എപ്പിസോഡൊക്കെ കഴിഞ്ഞു, അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ വന്നു. എങ്കിലും അതങ്ങ് ഒതുക്കി തീർത്തു. ആ ഒരു സമയത്തുണ്ടായ ഒരു ടെൻഷനാണ്, മൂഡ് ഓഫ് ആണ്. അല്ലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അതുമായിട്ട് പെട്ടെന്ന് അങ്ങ് സാഹചര്യങ്ങളുമായിട്ട് ഒക്കാതെ വന്നപ്പോഴത്തേക്കും വന്ന ഒരു പ്രശ്നമാണെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവരെ ബ്ലെയിം ചെയ്തിരുന്നു. ഇവരും സ്വാഭാവികമായിട്ട് നമ്മൾ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് എടുക്കുമ്പോൾ, വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രേറ്റുകൾ എടുക്കുമ്പോഴും ഒരു ആങ്ഷ്യസ് പ്രോൺ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടാകും. വളരെ സെൻസിറ്റീവ് ആണ്, ഒരു തൊട്ടാവാടി സ്വഭാവക്കാരിയാണ് ആള്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് ഇത് ഹസ്ബൻഡിനോട് തുറന്ന് പറയാനോ അല്ലെ വീട്ടിൽ ആ കാര്യങ്ങളെ കുറിച്ച് പറയാനോ ഒന്നും ഇവർക്ക് സാധ്യമല്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് ഒരു സോ കോൾഡ് ഡോമിനേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മക്കള് രണ്ടുപേരും ഈ അപ്പന്റെ കരവലയത്തിനുള്ളിലാണ്. അപ്പൊ ഇവര് അപ്പനും മക്കളും കൂടി ചേർന്ന് അമ്മയെ കളിയാക്കുന്ന രീതി, അമ്മയെ കൊച്ചാക്കുന്ന രീതി, അമ്മയ്ക്ക് ഒരു അല്പം സമയം ക്വാളിറ്റി ടൈം കൊടുക്കാത്ത രീതി വീട്ടിലുണ്ട്. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഒന്നും ഫാമിലി നടക്കത്തില്ല. അതായത് എൻ്റെ ഒരു ആവശ്യം, എൻ്റെ ഒരു ഞാൻ ഇമോഷണലി ഇങ്ങനെ ഹർട്ട് ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാതെ വരുമ്പം ഇത് സപ്രസ് ചെയ്യുന്നുണ്ട്. ഇവൻ ഈ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ, സിസ്റ്റർ എനിക്ക് ചില സമയത്തൊന്ന് ഉറക്കെ കരയണമെന്ന് തോന്നും, പക്ഷെ കരയാൻ പോലും എനിക്ക് സാധിക്കാത്തൊരവസ്ഥ. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ എനിക്ക് ചെന്ന് അധികം ഒന്നും പറയാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എപ്പോഴും അവർ കൺസിഡർ ചെയ്യുള്ളൂ, വേറൊരാളുടെ മാനസികാവസ്ഥയും കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലത്തെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ശരിക്കും അതിനെ നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ ഇത് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് നമ്മൾ പറയും. പക്ഷെ ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡറിലേക്ക് വരാനുള്ള കാരണങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും. ഇതേപോലെ തന്നെ നമ്മൾ ചില കേസുകളിൽ കണ്ടിട്ടുണ്ട് ചില പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ ഡിസോസിയേറ്റീവ് ഡിസോർഡറിലേക്ക് നയിക്കും. അതായത് ഇപ്പൊ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ പറയാം? ഉണ്ട്, തീർച്ചയായിട്ടും. ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു നാടകീയമായിട്ടുള്ളൊരു ജീവിതശൈലിയാണ്. അറ്റൻഷൻ സീക്കിങ് വളരെ പ്രധാനപ്പെട്ടതൊരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. അപ്പോൾ ഈ അറ്റൻഷൻ സീക്കിങ് വരുമ്പോഴത്തേക്കും ഒരാളുടെ ഭാഗത്ത് നിന്നൊരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇവര് വേറൊരാളായി. അത് മാത്രമല്ല സിസ്റ്റർ, ഇതൊരു കൂടുതലും ഫേക്ക് ആക്കപ്പെട്ട ഒരു ഡിസോർഡറും കൂടിയാണ്. അതായത് പല ക്രിമിനൽസും ഇതൊരു വലിയ സംഭവം, ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളെ ഭയങ്കരമായിട്ട് കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. കാരണം ഈ സമയത്ത് ഞാൻ ഇവിടെയാണ്, ഞാൻ വേറൊരാളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിസോർഡർ ഫേക്ക് ചെയ്ത് തന്നെ കുറ്റവാളികൾ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലുള്ള കേസുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമുക്കൊരു ഫാമിലി തെറാപ്പിയും കൂടി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ പരസ്പരം മനസ്സിലാക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതും അവരെ നമ്മള് അപ്ലിഫ്റ്റ് ചെയ്യണം. അതായത് സ്വയം പര്യാപ്തമാക്കണം. ഏത് ഇമോഷൻസ് വന്നു കഴിഞ്ഞാലും ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്ട്രെസ് കോപ്പിംഗ് മെക്കാനിസം. അതായത് ഇപ്പൊ അവർക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യുക, ഇമോഷണൽ ഇന്റലിജൻസ് അവർക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. കാരണം ഇമോഷൻസ് ഓരോന്ന് വരുമ്പം അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, ഇപ്പം വേറൊരാളൊരു കാര്യം പറയുമ്പോഴാണെങ്കിലും അതിനെ എങ്ങനെ എടുക്കണം, അത് എങ്ങനെയാണ് ഞാൻ റെഗുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും അതെല്ലാവർക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണം. അതായത് എനിക്കൊരു വിഷമം ഉണ്ടായി, ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്ന് വിങ്ങിപ്പൊട്ടി അത് ഭയങ്കര പ്രശ്നമാക്കി അവസാനം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ആക്റ്റീവായിട്ട് ഞാൻ എന്നെ അല്ലാതെ ആക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകുന്നതിന് മുൻപേ എനിക്കൊന്ന് തുറന്നു പറയാൻ നല്ല സപ്പോർട്ടിങ് സിസ്റ്റം വേണം. അത് സൊസൈറ്റിയിൽ ഞാൻ പറയും, സാധാരണ നമുക്കിപ്പോൾ അതൊരു കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല, നല്ല ഫ്രണ്ട്സ്,
സപ്പോർട്ടിംഗ് അതെ, സിസ്റ്റം വളരെ കറക്റ്റ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു അത് വളരെ കാര്യമായിട്ട് തന്നെ വേണം. പക്ഷെ പലപ്പോഴും ആബ്സെന്റ് ആയി പോകുന്നതും അത് തന്നെയാണ്. കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളിലേക്ക് അങ്ങ് കയറി ഇറങ്ങി, പിന്നെ കരിയറിൽ വരുന്നവർക്ക് ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ്, പക്ഷെ എന്നാലും നമ്മളെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്ന, നമ്മളെ അറിയാവുന്ന നല്ല ഫ്രണ്ട് സർക്കിൾ ഉള്ളതാണ് ശരിക്കും നമുക്കൊരു ഭയങ്കര ഒരു വലിയൊരു. അതുപോലെ തന്നെ ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യഗൗരവത്തോടെ പറയണമെങ്കിൽ അസർട്ടീവ്നെസ് എന്ന് പറയും. ഈ അസർട്ടീവായിട്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാതെ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ച് അയ്യോ അത് മിണ്ടരുത്, അത് മിണ്ടിയാ അത് പ്രശ്നമാകും, ഭൂകമ്പമാകും, അതിനേക്കാൾ വലിയ ഭൂകമ്പം നമുക്കുണ്ടാകും. അപ്പൊ ഇതാണ് നമുക്കൊരു സെൽഫ് കെയർ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇതുപോലെ പറയാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ ആരും പരിശീലിപ്പിക്കുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ കുടുംബമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പനോട് പറയാൻ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അപ്പനോട് പറയുമ്പോൾ ഇങ്ങനെ വേണം, ടോൺ മാറ്റണം, അല്ലെങ്കിൽ ഭയങ്കര വലിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര സബ്മിസീവ് ആയിരിക്കും. ഇതൊക്കെ ലേൺഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കിനും നമുക്ക് പ്രോപ്പറായിട്ട് എൻ്റെ നീഡ് പറയാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ സെൽഫ് കെയർ പോകുന്നത്. ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രശ്നമാണ്. ഇത് വീട്ടിലുള്ളവർ, ഇപ്പോൾ ഹസ്ബൻഡ് ആയാലും അമ്മയായാലും ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവൾക്ക് അതിൽ നിന്നൊക്കെ മോചനം നേടണമെന്നുണ്ട്, ഇവൾക്ക് ഇതുപോലെയുള്ള മാനസികമായുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഇത് പക്ഷേ ഇവരോട് ഷെയർ ചെയ്യാനോ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ സാധിക്കാത്തൊരവസ്ഥ. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് വലിയൊരു കാര്യമുണ്ട്. ഈ അന്ധവിശ്വാസവുമായിട്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ അയാളെ ഈ ഹാംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പിന്നെയും ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, അതായത് പ്രശ്നങ്ങളിൽ നിന്ന് പിന്നെയും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതിനെ സൈക്കോളജിസ്റ്റിന് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യുകയും തെറാപ്പികൾ കടന്നു പോവുകയും അങ്ങനത്തെ ഒരു കാര്യം തന്നെ പരിഗണിക്കണം. അറ്റ് ദ സെയിം ടൈം സിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു സെൽഫ് അവയർനെസ്സിനകത്ത് ഒരു കാത്തലിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനൊരു ദൈവത്തിന്റെ മകനാണെന്നുള്ള ഒരു ബോധം, അത് സെൽഫ് അവയർനെസ്. ഞാൻ പറയും ഈ ഷെയറിങ്, അതായത് നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു ഷെയറിങ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക്, അതായത് ഒരു കുറച്ചുകൂടി ആത്മീയപരമായിട്ടൊക്കെ കുറച്ചു ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസോലേഷൻ കിട്ടും, നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സാധാരണ നമ്മുടെ ചികിത്സകളിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം അല്ലെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് കോപ്പിംഗ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരിക. കുറച്ചുകൂടി ആ ഒരു ദൈവ ഐക്യബോധത്തിൽ, ദൈവ ആശ്രയ ബോധത്തിലേക്കൊക്കെ അവരെ കൊണ്ടുവരിക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, നമ്മളെ തന്നെ പരിരക്ഷിക്കാൻ നമ്മളോടൊപ്പമുള്ളവരെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലുള്ളവരെയെങ്കിലും ഇതുപോലെയുള്ള പൊട്ടിത്തെറികളിൽ നിന്ന്, ഒരു വ്യക്തി വിസ്ഫോടനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ ഇവര് കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തുന്നുണ്ട്, സ്വയം ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയും കാണുന്നുണ്ട്. അതിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഒരാള് വൈകാരിക തലത്തിൽ വളരെ വൾനറബിൾ ആണ്, പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ അയാൾക്ക് പോലും മനസ്സിലാകുന്നില്ല കൺട്രോൾ ചെയ്യാനെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹാൻഡുകളിലേക്ക് അവരെ എത്തിക്കുകയാണ് ആവശ്യം. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോണയ്ക്കും അതുപോലെ ടിൻഡു സോണി മാമിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നന്ദി പറയുന്നു.